ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ സിൻസിറോന്റെ ചിയർ എന്ന് പറയുന്ന ഈ മോഡൽ തിരിച്ച് ഷോറൂമിൽ എത്തിച്ചു. എന്നിട്ട് സ്നോയുമായിട്ട് തിരിച്ച് സ്നോവിന്റെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ചിയർ എന്ന് പറയുന്ന ഈ മോഡലിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ചാർജറും കൂടെ എടുക്കണം. ഇതിൻ്റെ ചാർജ് ഇപ്പോൾ 69.9 ഉണ്ട്. അപ്പോൾ എന്തായാലും വീട് വരെ എത്താൻ പറ്റും. അതിന് ചാർജ് ചെയ്യാം. ഓക്കെ ബ്രോ, പോയിട്ട് വരാം. ഉണ്ട്. സൗണ്ട് ഇല്ല. പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് സാധനങ്ങൾ കിടക്കിടക്ക് സൈക്കിളിന്റെ ഒക്കെ ഫോർക്ക് ടൈറ്റ് ചെയ്യും പോലെ ഇവിടെയൊക്കെ കൊണ്ട് ടൈറ്റ് ചെയ്യേണ്ടി വരും. ഹായ് ഗായ്സ്, അങ്ങനെ ഞാൻ സിറ്റി വരെ പോയി, ക്ലാസ് കഴിഞ്ഞു, തിരിച്ച് ഞാൻ വീടെത്തി. രാവിലെ 71 ഫുൾ ചാർജിലെടുത്ത വണ്ടി ഇന്നലെ വൈകിട്ടാണ് ചാർജ് വെച്ചത്. രാവിലെ എടുത്തപ്പോൾ 70.3 എന്തോണം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ 60.9 വോൾട്ട് ബാക്കിയുണ്ട്. ഇനിയും ഒരു 3 വോൾട്ടും കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ ഒരു 40 കിലോമീറ്റേഴ്സ് റൈഡ് ചെയ്തു. 40 കിലോമീറ്റേഴ്സ് റൈഡ് ചെയ്തു. ഇനിയും ഒരു 10-15 കിലോമീറ്റേഴ്സ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും 55 കിലോമീറ്റേഴ്സ് ഈ വണ്ടിക്ക് റൈഡ് ചെയ്യാൻ പറ്റും. പൊളി, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ പേഴ്സണലി ചിയറിനെയും കാട്ടിലും എനിക്കിഷ്ടപ്പെട്ട മോഡൽ ഈ സ്നോ എന്ന് പറയുന്ന മോഡലാണ്. കണ്ടില്ലേ, ഞാൻ ഫുഡൊക്കെ മേടിച്ചാണെങ്കിൽ പോകുന്നത്. പെട്രോൾ അടിക്കാനുള്ള കാശ് ലാഭമായതുകൊണ്ട് എന്ത് പൊളിയാണ് ഇത്. എന്തുമാത്രം കാശപ്പോൾ സേവ് ചെയ്യാന്ന് ആലോചിച്ച് നോക്കിയേ. സൈഡ് സ്റ്റാൻഡ് കിടന്നാൽ സെൻസർ മുമ്പോട്ട് പോകില്ല. റിവേഴ്സൊക്കെ ഉണ്ട്. അസിസ്റ്റ് ചെയ്ത് തിരിക്കുമ്പോൾ കാലിന് അത്രയും ബലം കൊടുക്കാതെ തന്നെ കയറ്റത്തിലൊക്കെ തിരിക്കണമെങ്കിൽ ഒന്ന് തിരിച്ചെടുക്കാം. മാറ്റിയോ? ഇനി ആക്സിഡന്റ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ സിൻസിറോൻ്റെ സ്നോ എന്ന് പറഞ്ഞ മോഡൽ കുറച്ചധികം ദിവസം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഫുൾ ഏകദേശം ചാർജും ഡ്രെയിൻ ആവുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം 71 വരെ ഫുൾ ചാർജ് ആവുകയും 57 വരെ ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ 57 ശേഷവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമ്മളെ ബാറ്ററീൻ്റെ അതിൻ്റെ എഫിഷ്യൻസി നഷ്ടപ്പെടുന്ന രീതിയിൽ ആവും. അപ്പോൾ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ ഉടനെ ചാർജ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും ദിവസം എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളതാണ് ചോദ്യം ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഏകദേശം ഒരു 69 കിലോമീറ്റർ അടുപ്പിച്ച് ഇപ്പോൾ റൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഏകദേശം ഒരു 10-15 കിലോമീറ്റർ റൺ ചെയ്യാനുള്ള ചാർജ് ഏകദേശം ഇതിൽ ഉണ്ടാവും. പക്ഷെ അത് യൂസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഇതൊരു ടെസ്റ്റ് സിറ്റുവേഷനിലല്ല നമ്മൾ റൈഡ് ചെയ്തേക്കുന്നത്. കുന്നും മലയും എല്ലാം കയറിയിട്ട് ഉള്ള റോഡിൽ കൂടെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്തേക്കുന്നത്. ട്രാഫിക്കും എല്ലാത്തിലും കൂടെ കടന്നു വന്നിട്ടുള്ള ഒരവസ്ഥയിലാണ് നമുക്കിപ്പോൾ ഏകദേശം ഈ ഒരു മൈലേജ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ റൈഡ് ചെയ്തത് സിൻസിറോന്റെ ചിയർ എന്ന് പറഞ്ഞ മോഡലാണ്. ചിയറിൽ നിന്ന് ഇതിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആണ്.
അപ്പോൾ നമുക്ക് ആക്സലറേഷനെ കുറിച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യും, സിറ്റിക്കകത്ത് കമ്മ്യൂട്ട് ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കും. പക്ഷെ ഈ കാലിലൊക്കെ ലെങ്ത് ഉള്ള ആൾക്കാർക്ക് ഇവിടെ തട്ടുന്ന ഇതൊക്കെ ഉണ്ടാവും. അത്രമാത്രം ലെഗ് സ്പേസ് ഒന്നും ഇതിനുണ്ടാകത്തില്ല. ലേഡീസിന് ഏറ്റവും പറ്റിയ വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ സ്നോ എന്ന് പറയുന്ന മോഡൽ. പിന്നെ ഇതിനകത്ത് പവർ മോഡ് കാണിച്ചു തരാം. പവർ മോഡ് 1, 2, 3 എന്ന് പറയുന്ന ചിയറിനെ പോലെ തന്നെ ഇതിനും ഉണ്ട്. അതിൽ ഞാൻ 3 മാത്രം ഇട്ടാണ് ഓട്ടിച്ചത്. അപ്പോൾ 1 ഒക്കെ ഇട്ട് ഓട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയും അതിന്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബട്ടൺ മറ്റേ ക്രൂയിസ് കൺട്രോൾ ചിയറിലുള്ളത് പോലെ തന്നെയാണ്. അത് 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് കീപ്പായി ആ സ്പീഡിൽ തന്നെ പോവുകയും ആ ഫീച്ചർ ഈ വണ്ടിയിലും അവൈലബിൾ ആണ്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ചിയർ വെച്ചിട്ട് എനിക്ക് തോന്നിയ വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ്. ചിയറിനെക്കാട്ടിലും വെയിറ്റ് കുറവായത് കൊണ്ട് ആക്സലറേഷൻ കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട്, അതിനെക്കാട്ടിലും മൈലേജ് കൂടുതൽ കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ടുപേര് വെച്ച് പോവാൻ ചിയറിനെക്കാട്ടും എളുപ്പം ഈ വണ്ടിക്കാണ്. പക്ഷെ സ്ഥല പരിമിതി കുറവാണ് എന്നുള്ളത് രണ്ടുപേരെ വെച്ച് പോകുമ്പോഴത്തേക്ക് ഫീൽ ചെയ്യും. അതൊഴിച്ച് ബാക്കി പെർഫോമൻസ് സൈഡിൽ ചിയറിനെക്കാട്ടിലും ബെറ്റർ ആണ് ഈ വണ്ടി. ചിയറിനെക്കാട്ടിലും വില കുറവുമാണ്. അപ്പോൾ നല്ലപോലെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ്. പിന്നെ ഇനി നമുക്കൊരു വേറെ വണ്ടി ഇതിന്റെ തന്നെ സിൻസോറിന്റെ വരുന്ന B6 ആണ്. B6 ആണ് ഏറ്റവും പ്രൈസ് കുറഞ്ഞ വണ്ടി. അതിൽ കുറച്ചധികം ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. പക്ഷെ മോട്ടറൊക്കെ പെർഫോമൻസ് ഏകദേശം ഇതുപോലെ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു മൈലേജും കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമായും തോന്നുന്നു. കൺസംഷൻ ഏകദേശം ഒരു 58 വോൾട്ട് വെച്ചിട്ട് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കൺസ്യൂം ആവുന്നുണ്ട്. 58 വോൾട്ട് വെച്ച് കൺസ്യൂം ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും എബോവ് 61-60 അടുപ്പിച്ചുള്ള ചാർജിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബാറ്ററിക്ക് അത്രമാത്രം സ്ട്രെയിൻ വരത്തില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും സിറ്റി റൈഡ് ഒക്കെ ചെയ്ത് നമ്മൾ എല്ലാ ദിവസവും ചാർജ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പറ്റുന്ന സമയങ്ങളിലെല്ലാം ചാർജ് ചെയ്തതിന് ശേഷം എപ്പോഴും അതൊരു 61 എബോവ് ആക്കി വെച്ചിട്ട് നമ്മൾ മാക്സിമം 60 വരെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് നമുക്ക് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്പനി പറയുന്ന ചാർജ് അവർ ടെസ്റ്റ് കണ്ടീഷനിൽ സ്ട്രെയിറ്റ് റോഡിൽ ഒരാൾ വെച്ചിട്ട് വളവൊന്നും തിരിക്കാണ്ട് ഓടിക്കുമ്പോൾ ഉള്ളതാണ്. നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന അവസരങ്ങൾ എത്രത്തോളം കുറയ്ക്കുന്നു അപ്പോൾ അത്രത്തോളം അതിന്റെ റേഞ്ച് നമുക്ക് കൂടുതൽ കിട്ടും. കാരണം ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്ക് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ഈ വണ്ടികൾക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിടിക്കുമ്പോഴത്തേക്കും ഉള്ള ടോർക്ക് കൺവേർട്ടർ വെച്ച് കൺവേർട്ട് ചെയ്തിട്ട് ഡൈനാമോ വെച്ച് ചാർജ് ചെയ്ത് വീണ്ടും ബാറ്ററി നമുക്ക് റീചാർജ് ചെയ്യുന്ന ഫെസിലിറ്റി ഉണ്ട്. പക്ഷെ ഇതിൽ നിന്ന് മാത്രമല്ല സിൻസറോന്റെ ചിയറിലായാലും ഇതിലായാലും ആ ഒരു ഫെസിലിറ്റി വന്നിട്ടില്ല. അപ്പോൾ അതും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൈലേജ് അല്പം കൂടെ റേഞ്ച് അല്പം കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ കീ ഉപയോഗിച്ചും വർക്ക് ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു റിമോട്ട് മാത്രം നമുക്ക് കയ്യിൽ വെച്ചിരുന്നാൽ മതി. ജസ്റ്റ് ഇപ്പൊ നമുക്ക് ലോക്കായി 2 വട്ടം ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ അൺലോക്കായി സ്റ്റാർട്ടായി ജസ്റ്റ് മൂവ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഭയങ്കര ഹാൻഡി ആയിട്ടുള്ള ഫീച്ചറാണ്. നമ്മൾ ഇത്രയും ബൾക്കി ആയിട്ടുള്ള ക്യാരി ചെയ്യേണ്ട, ജസ്റ്റ് ഇത് മാത്രം ക്യാരി ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതിൽ ലോക്ക് ബട്ടൺ അമക്കി എന്നുണ്ടെങ്കിൽ ലോക്കായി. ഇപ്പോൾ എന്നിട്ട് ഞാൻ പനക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സെക്യൂരിറ്റി അലാറവും കേൾക്കും. അപ്പോൾ അങ്ങനത്തുള്ള കുറച്ച് ഫീച്ചേഴ്സ് ചിയറിലെ പോലെ തന്നെ സ്നോയിലും അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ 2 പേരെ വെച്ചാണ് ഈ വണ്ടി ഇവിടം വരെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യേണ്ടി വന്നത്. ഈ ഒരു ചാർജ് തീരുന്ന അവസ്ഥയിൽ ഇനി തിരിച്ച് കയറി പോകുന്നത് ഒരു കയറ്റമൊക്കെ കയറിയാണ് നമുക്ക് തിരിച്ച് പോകാനുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ചാർജ് തീരാറാവുന്ന അവസ്ഥയിലും 2 പേരെ വെച്ച് പോകുമോ എന്നുള്ളതും കൂടെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സിനെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന്റെ കൊച്ചുള്ളൂരാണ് ഷോറൂം. ഉദ്ഘാടനം ഈ 7-ാം തീയതിയാണ്. അപ്പോൾ എല്ലാവരും പേഴ്സണലി വന്ന് മീറ്റ് ചെയ്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. അപ്പോഴേ അതിന്റെ ഒരു പെർഫോമൻസ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് പെട്രോൾ വെഹിക്കിൾ ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിന്റെ പെർഫോമൻസസ് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ എനിക്ക് ഇതിന്റെ സ്പീഡോമീറ്റർ കാലിബ്രേറ്റഡ് അല്ല. അപ്പോൾ എൻ്റെ സ്പീഡ് എനിക്ക് കൃത്യമായിട്ട് ഗസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം വൈബ്രേഷനും ഇല്ല, സൗണ്ടും ഇല്ലാത്തത് കൊണ്ട് ഏതാണെന്ന് അറിയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും നമുക്ക് സിറ്റിക്കകത്ത് കമ്മ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പീഡ് അപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 30-35 അടുപ്പിച്ച് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, പോവാം. ചെറിയോ ബാറ്ററി ചാർജ് നല്ലപോലെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത്രയും മാത്രം വോൾട്ടേജ് തന്നെ ഡ്രോ ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് കുറച്ചും കൂടി പവർ കൺസ്യൂം ചെയ്യാൻ പറ്റും.
ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ചാർജ് ഫുള്ള് തീർന്നു. ഏകദേശം ഒരു 80 കിലോമീറ്റേഴ്സ് നമ്മൾ മിനിമം എന്തായാലും റൈഡ് ചെയ്തിട്ടുണ്ട് ഫുള്ള് ചാർജ് തീരുന്നവരെയായിട്ട്. അത് മൊത്തം കുന്നും മലയും എല്ലാം കയറി ഇറങ്ങിയുള്ള കണ്ടീഷനാണ്. ഇപ്പോൾ ചാർജ് ചെയ്യാൻ ഞാൻ കുത്തി വെച്ചിട്ടേ ഉള്ളൂ. എന്തായാലും ഇനി ഒരു 3.25 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ ചാർജ് ചെയ്യണം. ചാർജിന്റെ കൺസംഷൻ എത്രയാണെന്ന് പലരും ചോദിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോഴല്ലേ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്കിപ്പോൾ എത്ര യൂണിറ്റ് കറണ്ട് ആവുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അത് ഒരു മാസമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പറയാമായിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു കൺസ്യൂമറിനെ അടുത്ത് മീറ്റ് ചെയ്തിട്ട് അയാളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ അപ്പോൾ സ്നോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പേഴ്സണലി ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന മോഡലാണ് ഈ സിൻസറിന്റെ സ്നോ എന്ന് പറയുന്നത് ബാക്കി എല്ലാ മോഡലുകളിൽ നിന്നും. പക്ഷെ ഭയങ്കര ചെറുതാണ്, പക്ഷെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഫങ്കി ആയിട്ടുള്ള ഡിസൈനാണ് ഇതിന്റെ ഉള്ളത്. വളരെ ക്യൂട്ടായിട്ടുള്ള ഫങ്കി ആയിട്ടുള്ള ഡിസൈനാണ് സ്നോയ്ക്കുള്ളത്. പക്ഷെ ചെറുതാണ് എന്നുള്ള ഒരു പ്രശ്നം ചിലവർക്ക് തോന്നുമായിരിക്കാം. പക്ഷെ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന്. അപ്പോൾ പലർക്കും നിങ്ങൾ ലേഡീസ് ആണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ മോഡലാണ് ഈ സ്നോ. ഇനി വേറൊരു മോഡലുണ്ട് B6. അപ്പോൾ അതിന്റെ പ്രത്യേകത B6 വളരെ ചീപ്പായിട്ടുള്ള ഒരു മോഡലാണ്. പിന്നെ അത് വെസ്പയെ പോലെ തന്നെ കാണാനുമ്പോഴത്തേക്കുള്ള ഒരു ഷേപ്പിലൊക്കെ ഒരു സാദൃശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഭയങ്കര ടോയിഷ് ആയിട്ടൊക്കെ തോന്നുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ടും B6 കൺസിഡർ ചെയ്യാം. അപ്പോൾ ഫീച്ചേഴ്സിൽ കുറവുണ്ടെങ്കിലും അതിനെ സംബന്ധിച്ച് അതിന്റെ പ്രൈസിലും അത്രയും മാത്രം കുറവുണ്ട്. അപ്പോൾ അത് കുറച്ച് എക്കണോമിക്കലായിരിക്കും ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ വരും ദിവസങ്ങളിൽ അതിന്റെയും ടെസ്റ്റ് ഡ്രൈവ് സാധ്യമാണെങ്കിൽ നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതുപോലത്തെ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ശിവ സൈനിങ് ഔട്ട് ഫ്രം റിപ്പിൾ സ്പേസ് ടൈം. ബൈ ബൈ.